ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഇയർബഡ് കണ്ടോ, ഈ ചെവിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെ വെച്ചിരിക്കുകയാണ്, അത് ഉള്ളി വെച്ചിട്ടില്ല. സംഭവം അടിപൊളിയാണ്. അതായത് നമുക്ക് സാധാരണ ഒരു ഇയർബഡ് ആണെങ്കിൽ നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് തിരികെ വെക്കും. അങ്ങനെ തിരികെ വെക്കുമ്പോൾ ചെവിയുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് സൗണ്ട് എടുക്കുന്നത് ചെവിയിൽ പല ഇഷ്യൂസ്, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കുറച്ചധികം നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്നാൽ ഈ സംഭവമാണെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വെക്കേണ്ട, പകരം പുറമേ ഇങ്ങനെ വെച്ചാൽ മതി. സൗണ്ട് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. കോൾ ആണെങ്കിലും അടിപൊളിയായിട്ട് സംസാരിക്കാം. അതേസമയം തന്നെ നമുക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്യാം. മമ്മൂക്കൊക്കെ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ ചെയ്ത് കണ്ടപ്പോഴാണ് ഈ സംഭവം ഞാൻ ഇത്രയധികം സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്നത്. ഇത് റിയൽമിയുടെ ബഡ്സ് ക്ലിപ്പാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇൻ ഇയർ ടൈപ്പിന്റെ ഗുണം നമുക്ക് ഇതിൽ കിട്ടത്തില്ല. അതായത് ഇങ്ങനെ കയറ്റി വെച്ചാൽ കംപ്ലീറ്റ് നോയ്സ് ക്യാൻസലേഷൻ നല്ല ബേസിൽ ക്ലാരിറ്റിയിൽ കിടിലമായിട്ട് കേൾക്കാം. എന്നാൽ ഇത് ഓപ്പൺ ഇയർ ആണ്. നമുക്ക് പുറമേയുള്ള സൗണ്ടും കേൾക്കാം, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇത് സംസാരിക്കാനും പാട്ട് കേൾക്കാനും പറ്റും. ഇതുപോലെ പല ബ്രാൻഡുകൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ വിശ്വാസമുള്ള ബ്രാൻഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇത് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മാത്രമല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 5.3 ഗ്രാമൊക്കെ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെവിയിൽ വെക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ഒപ്പം തന്നെ 11mm ഡുവൽ ഡ്രൈവർ സിസ്റ്റം ആണ്. ഡയറക്ഷണൽ സൗണ്ട് ലീപ്പ് ടെക്നോളജിയാണ് വരുന്നത്. 3D സ്പേഷ്യൽ ഓഡിയോ, ഡുവൽ ഡിവൈസ് കണക്ഷൻ, ലോ ലേറ്റൻസി മോഡ്, ടാപ്പ് കൺട്രോൾ, 36 അവറിന്റെ ബാറ്ററി ലൈഫും ഉണ്ട്. സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. ട്രൈ ചെയ്ത് നോക്കാം.